എവിടുന്നോ കയറി വന്ന ആ ദേവിക ഇപ്പൊ അച്ഛന് വലുത്. ഇവിടുന്ന് വലിഞ്ഞു കയറി വന്നതേ നീയാ, അല്ല ദേവിക മോളല്ല. ദേവിക മോളെ എൻ്റെ മകൻ സുധി കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അതൊക്കെ എപ്പോഴെപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടി വരും. അതാ ഒരച്ഛൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എന്റെ മനോഹര, പാർവതി ഇറങ്ങിപ്പോയിട്ട് ഇത്രയും നേരമായി. ഇനിയും വൈകിയ അപകടമാ. ഇവൻ പോട്ടെ, പറയാനുള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഞാനാണ് അമ്മയെ പറഞ്ഞു തുടങ്ങിയത്. പാർവതിയുടെ അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ എന്തുകൊണ്ടാണ് അവളെ ഒറ്റയ്ക്ക് വിട്ടത്? അമ്മയ്ക്ക് കൂടെ കൊണ്ട് എല്ലാം മേലായിരുന്നു. മുത്തശ്ശി പേടിക്കണ്ട, അമ്മയെ കൊണ്ടേ ഞാൻ വരും. അവനുള്ള സ്നേഹം പോലും പാർവതിയോട് ഈ വീട്ടിലുള്ളവർക്ക് ഇല്ലാണ്ടായി പോയല്ലോ. കഷ്ടം. നീ എതുക്കെ വന്നേ? മലയാളം മതി, എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. എടി എടി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നുപോയല്ലേ? ഞാൻ ഇവിടെ തന്നെ താമസിക്കും, നിങ്ങൾക്കൊപ്പം. എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതൊന്നും വേണ്ട, നിനക്ക് താമസിക്കാൻ ഞാൻ വേറൊരു വീടെടുത്ത് തരാം. വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ആരാ ശരവണ? ഞാനാ. ഇന്നു മുതൽ ഞാൻ ഇവിടെയാ താമസം. ഇവിടെയാ? ഇതെന്റെ വീടാ. ഇവിടെ താമസിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുന്ന പ്രശ്നമില്ല. നിന്റെ അനുവാദം എനിക്ക് വേണ്ടെങ്കിലോ? എന്റെ അനുവാദം വേണം, അല്ലാതെ നിനക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ശരി, എന്നാ നിന്റെ അനുവാദം ചോദിച്ചിരിക്കുന്നു. നീ എന്നെ തല്ലിയല്ലേടി? ഇനി കൊല്ലും ഞാൻ. ഈ ചെമ്പകത്തിന് സെൻട്രൽ ജയിൽ വെറും പുല്ലാടി. എന്താ ശരവണ ഈ കാണുന്നേ? അവൾ അകത്തേക്ക് പോയല്ലോ. അകത്തോട്ട് പോയല്ലോ തന്നെ അവൾ പുറത്തോട്ട് പോയി. നാളെ നേരെ ഒന്ന് വിളിത്തോട്ടെ. ഞാൻ സമ്മതിക്കില്ല അവൾ ഇവിടെ താമസിക്കാൻ. ഞാനും സമ്മതിക്കില്ല. ഇതിപ്പോ രാത്രിയായി പോയില്ലേ, ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ആരൊക്കെ വരുവടി? തമിഴ്നാട് മൊത്തം അങ്ങ് എത്തുവോ? അതോ ഇതുകൊണ്ട് തീരുവോ? നിനക്ക് ഇങ്ങനെ തന്നെ വേണോടി? നിരഞ്ജൻ പറഞ്ഞതല്ലേ അവനുമായിട്ട് ഒരു ബന്ധം വേണ്ടെന്ന്? അപ്പൊ നിനക്കായിരുന്നു വാശി. നീ അനുഭവിച്ചോ? നീ ഇങ്ങോട്ട് വന്നേ.
ബോധം കെടുത്താൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ടാ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്.